IFPHന്റെ 1644 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. 43 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. രോഗനിർണയത്തിൽ അഗ്രഗണ്യം. രോഗനിർണയത്തിലെ അപാകത മൂലം മരണം സംഭവിക്കാവുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. സാറിനെ ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. വീണ്ടും ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് ആരംഭിക്കാം. ഇത് നമ്മൾ ഡേ ടു ഡേ കണ്ടുവരുന്ന കേസുകളാണ്. പലപ്പോഴും അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അവതാളത്തിലാകുന്നത്. അക്യൂട്ട് അബ്ഡോമൻ പോലെയുള്ള പല സാഹചര്യങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചിന്ത ആണ് ഞാനിവിടെ പങ്കുവയ്ക്കാനുള്ളത്. ആദ്യത്തേത് പൾമണറി എംബോളിസം. സംഭവം എന്താന്ന് മനസ്സിലായി. ലങ് ഫീൽഡ് ആകെ ചെറിയ ചെറിയ എംബോളേസ് ഓർ ക്ലോട്ട്സ്, ബ്ലഡ് ക്ലോട്ട്സ് നിറയുന്ന ഒരു സാഹചര്യം. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല, സർക്കുലേഷൻ നടക്കാതെ. അത് കോർ പൾമണലെ എന്നുള്ളൊരവസ്ഥയിലേക്ക്, അതായത് ലങ്സ് കാരണം ഹാർട്ടിനെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് മാറാം, ഫെയിലിയറിലേക്ക് മാറാം, സ്റ്റോപ്പേജിലേക്ക് മാറാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ പലപ്പോഴും അതിന്റെ സിംറ്റംസ് വളരെ ലളിതമായിട്ടായിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. ഇതിന്റെ ഏർലി സിംറ്റംസ് ചെറിയ ഒരു ശ്വാസം മുട്ട് പോലെ ആയിരിക്കും നമുക്ക്. പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു ശ്വാസ തടസ്സം. ബ്രീത്തിങ്ങിന് ഒരു വിമ്മിഷ്ടം അല്ലെങ്കിൽ എതക്കേട് എന്നൊക്കെ സാധാരണ പറയുന്ന ഒരു അവസരം, അതായിരിക്കും ആദ്യം തുടക്കം. അപ്പൊ നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ആ ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്നുമില്ല. അപ്പൊ അതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് പേഷ്യന്റ് നമ്മൾ വിടും. ചെറിയ ചെസ്റ്റ് പെയിൻ, സ്വാഭാവികമായിട്ടും ഒരു ബ്രീത്തിങ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ചെസ്റ്റ് പെയിനും ഉണ്ടാകാമല്ലോ, അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അത് വീണ്ടും പുരോഗമിക്കുമ്പോൾ ഒരു ആങ്സൈറ്റിയിലേക്ക് നീങ്ങും. Then irregular heart rate or heartbeat, irregular. Dry cough, sweat, ഇതായിരിക്കും ഇയർലി സിംറ്റംസ് നമുക്ക് കാണുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രീത്തിങ് എംബരാസ്ഡ് ബ്രീത്തിങ്ങിലേക്ക് മാറുന്നു. ആദ്യം ഒരു ചെറിയ എതക്കേടായിരുന്നെങ്കിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടിയുള്ള ശ്വാസഗതിയാണ്. സിവിയർ ചെസ്റ്റ് പെയിൻ, നേരത്തെ വരെ ചെറിയ ഒരു വേദനയാണ് അനുഭവപ്പെട്ടെങ്കിൽ ഇത് അഡ്വാൻസ് ആകുമ്പോൾ സിവിയർ ചെസ്റ്റ് പെയിൻ, സൈനസ് ടാക്കിക്കാർഡിയ. നേരത്തെ ഒരു ഇറഗുലാരിറ്റി ആണ് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ടാക്കിക്കാർഡിയയിലേക്ക് വരുന്നു. ദെൻ ലൈറ്റ് ഹെഡഡ്നെസ്, തലയ്ക്ക് ഭാരമില്ലാത്തൊരവസ്ഥ. ഡിസീനസ്, അതായത് ഓക്സിജൻ കുറയുന്നതുകൊണ്ടുള്ള ആ ഡിസീനസ്. ഇത്രയായിരിക്കും അഡ്വാൻസ് ആയിട്ട് സിംറ്റംസ്. അതിന്റെ കോസ് നമുക്ക് ഏതാണ്ട് അറിയാം. ത്രോംബോസിസ് തന്നെയാണ് കോസ്. അതിന്റെ എംബോളിസം, ചെറിയ ചെറിയ എംബോളെ രൂപപ്പെട്ടിട്ട് വരാം, അല്ലെങ്കിൽ ത്രോംബോസിസ് കൺസേൺഡ് വെസൽസിന്റെ ത്രോംബോസിസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ട്രോമാറ്റിക് കോസ് ആയിരിക്കാം. ഇത്രയും കോസ് കൊണ്ട്
ഈ പൾമണറി എംബോളിസം ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ സർജറിക്ക് ശേഷം, പ്രത്യേകിച്ച് അബ്ഡോമിനൽ സർജറിക്ക് ശേഷം പൾമണറി എംബോളിസം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബ്ലഡിന്റെ തന്നെ കൊയാഗുബിലിറ്റി കൂടുതലാണെങ്കിൽ എംബോളിസം ഡെവലപ്പ് ചെയ്യാം. ഹാർട്ട് ഫെയിലിയർ എംബോളിസത്തിന് കാരണമാണ്. പ്രഗ്നൻസി, ഓൾഡ് ഏജ് ആൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ, അത് കാർഡിയാക് കോസാണ്. ഇത്രയും കോസ് കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് പൾമണറി എംബോളിസം. അതിന്റെ ഡയഗ്നോസിസ് ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേന്റെ കാരണം ബ്ലഡ് വെസൽസും ഒപ്പേക്ക് ആയതുകൊണ്ട് ശരിക്കും നമുക്ക് എടുത്തു കാണിക്കും. ഏതാണ്ട് മിലിയറി ട്യൂബർക്ലോസിസ് പോലെ ലങ് ഫീൽഡ് വൈഡ് ആയിട്ട് ഡോട്ട്സ് പ്രത്യക്ഷപ്പെടും. ചെസ്റ്റ് എക്സ്റേയിൽ നമുക്ക് കാണാം. ദെൻ സി ടി ആൻജിയോഗ്രാം ആണ്. അതുപോലെ തന്നെ MRI ആണെങ്കിലും MR ആൻജിയോഗ്രാം ആയിരിക്കും ഇവിടെ ഏറ്റവും സൂട്ട് വിത്ത് കോൺട്രാസ്റ്റ് മീഡിയ. ബ്ലഡ് ടെസ്റ്റ് ഡി ഡൈമർ എന്ന് പറയും. ഡി ഡൈമർ ടെസ്റ്റ് നടക്കുമ്പോൾ അതൊരു പ്രോട്ടീനാണ്, അതൊരു ഏജന്റ് കൂടിയാണ്. അതായത് ഈ ക്ലോട്ട്സിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പം ബോഡി കൂടുതൽ ഈ ബോഡിയെ ഉത്പാദിപ്പിക്കും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഡി ഡൈമർ ടെസ്റ്റ് നോക്കുന്നത്. അതിൽ നമുക്ക് ഇതാണ്ട് കണ്ടെത്താം കൂടുതലായിട്ട് ക്ലോട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അപ്പൊ ഇവിടെ എംബ്രാസ്ഡ് ബ്രീത്തിങ് ഒക്കെ ആകുമ്പോൾ പൾമണറി എംബോളിസം തന്നെയാണ് കാരണമെന്ന് കണ്ടെത്താൻ സാധിക്കും. അതിന്റെ ട്രീറ്റ്മെന്റ് ആന്റികോയാഗുലന്റ് ഡ്രഗ്സ് ആണ് മോഡേൺ മെഡിസിനിലെ ഉപയോഗം. പിന്നെ സർജറി ആവശ്യമാണെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ സർജറിയിലേക്ക് പോകാം, അതിന്റെ ക്ലോട്ട്സും കാര്യങ്ങളൊക്കെ നീക്കാം. എങ്കിലും ആശാവഹമല്ലാത്ത ഒരു കേസാണ്. രണ്ടാമത്തത് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ്. നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് നമുക്കറിയാം, സ്കിന്നിന് താഴെ തൊട്ട് താഴെ കാപ്പിലറി നെറ്റ്വർക്ക്, അതിന് തൊട്ട് താഴെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫേഷ്യ ഉണ്ട്. ഈ ഫേഷ്യയാണ് ഇവിടെ ബാധിക്കുന്നത്. അതുകൂടാതെ അതിന്റെ താഴെയുള്ള ഫ്ലഷിനെ. അപ്പൊ ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നും ഒരു പേരുണ്ട്. ഇത് വളരെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് അപകടകാരിയായിട്ട് മാറുന്നത്. ഇതിന്റെ കൺസേൺഡ് ബാക്ടീരിയ ഒന്ന് പോളി മൈക്രോബിയൽ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോണോ മൈക്രോബിയൽ. ഇപ്പൊ പോളി എന്ന് ഉദ്ദേശിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസും സ്റ്റാഫിലോകോക്കസും ഉൾപ്പെട്ടതാണ്. അതായത് സ്റ്റാഫിലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ആണെങ്കിൽ പൈറോജൻ. ഈ 2 തരവും ഒന്നിച്ചു വരുന്നതിനാണ് പോളി മൈക്രോബിയൽ. സിംഗിൾ ആയിട്ട് വരുന്നതാണ് മോണോ മൈക്രോബിയൽ. ഈ രണ്ടും അപകടകാരി തന്നെയാണ്. ഇപ്പൊ സംഭവിക്കുന്നത്, ഈ ബാധിച്ചു കഴിഞ്ഞാൽ ഈ ഫേഷ്യയാണ് ആദ്യം നെക്രോട്ടൈസ്ഡ് ആകുന്നത്, ഡാമേജിലാകുന്നത്. പിന്നെ അതിന്റെ തൊട്ടഴിയുള്ള മസിൽസും ബിക്കം ഈറ്റൻ. ആ ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അതിന് ബോഡി മൊത്തം റാപ്പിഡ് സ്പ്രെഡിങ് ആയതുകൊണ്ട്. ഒരു ബൈബിളിൽ ഒരു വചനമുണ്ട്, ഏറ്റവും ഓർമ്മയിൽ വന്നതാണ്, നീ ജീവിച്ചിരിക്കയിൽ നിന്റെ ശരീരം അഴുകിപ്പോകും. അങ്ങനെ ഒരു വചനമുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഈ ഡിസീസ്. അതിന്റെ വിക്ടിംസ് ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ, ഡയബറ്റിക് പേഷ്യൻസ്, ആൽക്കഹോളിക്സ്, ക്യാൻസർ പേഷ്യൻസ്, ഇമ്മ്യൂണിറ്റി ലോ ലെവലിലുള്ള ഏത് രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്കും ഇത് ബാധകമാകും. early symptoms: body pain, fever, moderate chill, nausea, diarrhea, pain at site of injury.
advanced symptoms, sudden discoloration of skin, swelling at the affected area, blisters which contain bloody or yellow fluid, tissue death, and sepsis or septicemia. Diagnosis: blood culture and biopsy, deep tissue biopsy. And differential diagnosis, gas gangrene. ഇവിടെ അനോറോബിക് ബാക്ടീരിയ ആണ് ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഗ്യാസ് ഓർ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഗ്യാസ്. കോംപ്ലിക്കേഷൻസ്: സ്കാർ ഫോർമേഷൻ, ലോസ് ഓഫ് ലിംബ്, അത് ഒരു കൈയാകാം, ഒരു കാലാകാം, അല്ലെങ്കിൽ ഫിംഗേഴ്സ്, ടോസ്, വളരെ മൈൽഡ് ആയിട്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ഒരു വിരലോ അല്ലെങ്കിൽ ഒരു കാൽവിരലോ മാത്രമേ പോവുകയുള്ളൂ. അത് അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈയോ കാലോ മുറിച്ച് കളയേണ്ടി വരും. അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോക്സിക് ഇഫക്റ്റ് അതാണ് സെപ്റ്റിസേമിയ ആൻഡ് ഡെത്ത്. ട്രീറ്റ്മെന്റ്: മെഡിസിൻ ട്രൈ ചെയ്യാം, അതല്ലെങ്കിൽ സർജിക്കൽ, നേരത്തെ പറഞ്ഞ കോട്രക്ടമിയോ ലിംഫക്ടമിയോ എന്തെങ്കിലും. Then ischemic bowel, കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുടലിലേക്കുള്ള രക്തക്കുഴലിന്റെ അല്ലെങ്കിൽ പെർഫ്യൂഷൻ, ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ആകുന്നു, സ്ലോ ആകുന്നു, എല്ലാം നിലച്ചു പോകുന്നു. ഈ അവസ്ഥകളിലെല്ലാം ഇത് സംഭവിക്കുന്നത്. ഡിമിനിഷ്ഡ് ഫ്ലോ ഓർ പെർഫ്യൂഷൻ ഓഫ് ബ്ലഡ്. കൺസേൺഡ് ആർട്ടറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീലിയാക് ആർട്ടറീസ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മെസൻട്രിക് ആർട്ടറി. ഈ ആർട്ടറിയിൽ ഏതെങ്കിലും വിധത്തിൽ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകുകയോ മറ്റ് ഏതെങ്കിലും ഇഞ്ചുറിയോ ട്രോമയോ കൊണ്ട് ഇത് ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആകുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആകുന്ന കണ്ടീഷനിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. കുടലിൽ നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു വാസ്കുലാർ നെറ്റ്വർക്ക് ആണ് കുടലിനുള്ളത്. അതായത് മൈലുകളോളം, ഏതാണ്ട് തിരുവനന്തപുരം വരെ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററോ 400 കിലോമീറ്ററോ നീളത്തിൽ ചുറ്റിയാവുന്ന വെസൽസ് ആണ് വയറിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. അത്രയും വലിയൊരു നെറ്റ്വർക്കാണ് വയറിൽ മാത്രമുള്ളത്. അപ്പൊ അറിയാലോ, അവിടെ ഇസ്കേമിയ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻസ് ഡാമേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ സിംഗിൾ ഓർഗൻ ഡാമേജ് ഉണ്ടാകാം. സിംറ്റംസ്: belly cramps, fullness of abdomen, fullness within 30 minutes after eating. It may last for 3 hours. And following angina pectoris develop here. Signs and symptoms: sign of acute abdomen. Acute abdomen പറയണ്ടല്ലോ. അവിടെ ഫീവർ ഉണ്ടാകാം, നൊസിയ ഉണ്ടാകാം, ഡയറിയ ഉണ്ടാകാം, ഫെയിന്റിങ് ഉണ്ടാകാം, ഷോക്ക് ഉണ്ടാകാം. കോസ്: venous thrombosis, trauma, and any factors which block the perfusion. Diagnosis: X-ray abdomen, MRI, CT with contrast media. Treatment:
medicine, anticoagulant, surgical, stenting, angioplasty, bypass, or removal of the part, and anastomosis. Complication: recurrence of ischemia, chronic ulcerative colitis, scarring, wide scarring, producing stitches, then necrosis or gangrene. Next one, vascular pathology of neck. Vascular pathology ആണ് പറയുന്നത്. മെയിൻ വെസൽസ് നമുക്കറിയാം, കരോട്ടിഡ് ആർട്ടറി, വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് ടെമ്പോറൽ ആർട്ടറി. ഏതൊക്കെ? കരോട്ടിഡ് ആർട്ടറി, വെർട്ടിബ്രൽ ആർട്ടറി, മൂന്നാമത്തെ അത് രണ്ടും ചേർന്നാണല്ലോ സർക്കിൾ ഓഫ് വില്ലി രൂപപ്പെടുന്നത്. ടെമ്പോറൽ ആർട്ടറി. മൂന്നാമത്തെ ഏതാ? ടെമ്പോറൽ. അതാണ് വാസ്കുലാർ പാത്തോളജി. ഇവിടെ സംഭവിക്കാവുന്നത് ഒന്ന് അനൂറിസം, ട്യൂമർ വിത്തിൻ ദ വെസൽ or outside of the vessels, dissection, other vascular pathology, collagen disease of the vessels, varicosity, spider veins, and cause vasculitis. Spider vein cause ആണ് vasculitis. Then early symptoms: blurred vision, confusion, memory loss, numbness of parts, single parts, one side paralysis, speech problem, and weakness in reasoning. Complete loss alla, weakness in reasoning or impaired reasoning എന്ന് പറയുന്നത്. Impaired reasoning. Secondary symptoms or advanced symptoms: achy pains at the neck, കടയുന്ന അല്ല കട്ടുകഴപ്പ് എന്നൊക്കെ പറയും. With or without headache, vision changes, numbness, heaviness in head, reddish or bluish discoloration of extremities, shock. ഷോക്ക് ഉണ്ടാകാൻ കാരണം അറിയാലോ. നേരത്തെ പറഞ്ഞ് വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് കരോട്ടിഡ് ആർട്ടറി വിച്ച് ഫോം സർക്കിൾ ഓഫ് വില്ലി, ദാറ്റ് മീൻസ് വിച്ച് സപ്ലൈ ദ ബ്രെയിൻ. Diagnosis: ultrasound or Doppler neck, CT, angiogram, MR angiogram.
treatment, endovascular procedure, remove the plaques or obstructions. Or repair, dissection. Perforated bowel or gastrointestinal perforation. Acute abdomen എല്ലാ symptoms. ആദ്യം അതിന്റെ primary symptom or early symptom, loss of appetite. കാരണം അവിടെ പെർഫറേഷൻ വളരെ ചെറിയ ഇതായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഓൺലി ലീക്കേജ് മാത്രമേ ഉണ്ടാവൂ. അതാണ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ടാക്കിക്കാർഡിയ, സ്വെറ്റ്. അഡ്വാൻസ് സിംറ്റം, sudden and severe abdominal pain, abdomen swollen, bloated, chill, nausea and vomiting, shock. അതിന്റെ ലക്ഷണം ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരേ ഒരു സിംറ്റം ഇതാണ്, സഡൻ സ്റ്റോപ്പേജ് ഓഫ് പെയിൻ, അക്യൂട്ട് പെയിൻ, സ്റ്റോപ്പേജ് ഓഫ് പെയിൻ. കാരണം ഭയങ്കര പെയിനാണല്ലോ തുടക്കത്തില്, ഭയങ്കര പെയിനും ഈ നേരത്തെ പറയുന്ന സിംറ്റംസ് എല്ലാം കാണിക്കും. പക്ഷെ ആ പെയിൻ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആവും, കാരണം അതായത് ഷോക്കിലേക്ക് പോവുകയാണ്. അതാണ് നമുക്ക് കാണാവുന്ന ഫസ്റ്റ് സിംറ്റം. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേ, ഇറക്റ്റ് അബ്ഡോമൻ എന്ന് പറയും. എക്സ്റേ ഇറക്റ്റ് അബ്ഡോമൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ബിലോ ദ ഡയഫ്രം, ഫ്ലൂയിഡ് ലെവൽ ലോവർ അബ്ഡോമൻ. CT to locate the perforated area. Treatment, surgery, purely surgical. Then next, compromise of spinal cord. Compromise of spinal cord. പേരിൽ തന്നെ അറിയാം, സ്പൈനൽ കോഡ് പലതിനോടും പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ആകുന്നു. അതായത് ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് കംപ്രഷൻ, തീക്കൽ പ്രൊലാപ്സ്, ഇവിടെയെല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയ്ക്കാണ് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് സ്വയം കോംപ്രമൈസ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. Cause compression, tumors, bone spur, SPUR, bone spur. Symptoms, pain and stiffness of neck, lumbar spinal area, burning pain, which is spread to extremities, weakness of extremities, difficult to walk, bladder problems, neurasthenia, changes in sensations, severe muscle spasm, prognosis,
permanent damage of concerned limb. Diagnosis: X-ray, neck, that is cervical spine, epilateral, thoracic spine, epilateral, lumbosacral spine, epilateral, myelogram, ഒരു എക്സ്റേ പ്രൊസീജിയർ ആണ്. Then CT, MRI. ട്രീറ്റ്മെന്റ്: ഹോമിയോപ്പതി ട്രൈ ചെയ്യാമെങ്കിൽ ട്രൈ ചെയ്യാം. അതോടുകൂടി ഫിസിയോതെറാപ്പി, മാഗ്നെറ്റോതെറാപ്പി, അക്യുപഞ്ചർ കൂടി നോക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താവുന്നതാണ്. മോഡേൺ മെഡിസിനിൽ സർജറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ. Then compartment syndrome. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, ആ പേരിൽ തന്നെയുണ്ട് സംഭവം. ഓരോ കമ്പാർട്ട്മെന്റിൽ, കമ്പാർട്ട്മെന്റ് മീൻസ് ഒന്നല്ല കൈ അല്ലെങ്കിൽ കാല്, അവിടെ അകാരണമായി പ്രഷർ കൂടുന്നു. ആ സാഹചര്യത്തിനാണ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. കമ്പാർട്ട്മെന്റ് ആകുന്നത് നമ്മുടെ സ്കിന്നിന് താഴെ വളരെ ശക്തമായ ഒരു ഫേഷ്യാണ്. അപ്പൊ ഇവിടെ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വെസൽസ് എല്ലാം ഡയലേറ്റ് ചെയ്യും. പക്ഷെ എത്ര ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിവരെ പറ്റുള്ളൂ, കാരണം ഫേഷ്യ നിൽക്കുന്നുണ്ട്. ഈ ഫേഷ്യ നിൽക്കുന്നതുകൊണ്ട് അത്രയും ഭാഗം ഒരു കമ്പാർട്ട്മെന്റായി മാറുന്നു. അതുകൊണ്ടാണ് കമ്പാർട്ട്മെന്റൽ സിൻഡ്രോം എന്ന് പേര് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വെസൽസിനെല്ലാം റപ്ചർ ഉണ്ടാകാം, ലിംഫ് വെസൽസ് റപ്ചർ ഉണ്ടാകാം, നെർവ്സിന് ഇഞ്ചുറി ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രഷർ അനുഭവപ്പെടാം. ഇതെല്ലാം ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന സാഹചര്യം. അപ്പൊ കൈക്കും കാലിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. കാലിനാണെ മുട്ടിന് താഴെ, കൈയിനാണെ കൈമുട്ടിന് താഴെ. പക്ഷെ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് വരുന്നത് അബ്ഡോമൻ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അബ്ഡോമൻ കമ്പാർട്ട്മെന്റ് ഈ സിൻഡ്രോം ഉണ്ടാകുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. മൾട്ടിപ്പിൾ ഓർഗൻസിന്റെ ഡാമേജ് ഉണ്ടാകും, സഡൻ ഡെത്ത് ഉണ്ടാകാൻ സാധ്യത. ട്രീറ്റ്മെന്റ് സർജറി. ഹോമിയോപ്പതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി ഏതെങ്കിലും ഇങ്ങനെ വന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഐസ് പാക്ക് നല്ലതാണ്. ഒരു 15-20 മിനിറ്റ് ഐസ് പാക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെയിൻ കുറയും. രോഗി സ്ഥലത്ത് എത്തുന്ന വരെ നമുക്ക് ആ പെയിൻ കുറച്ചു എന്നൊരു പേര് കിട്ടുകയും ചെയ്യും. Then sepsis. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ സ്റ്റാഫിലോകോക്കസ് ഓറിസ്, സ്ട്രെപ്റ്റോകോക്കസ് പൈറോജനസ്, ഇൻഡസ്ട്രിയൽ ഫ്ലോറ, ഇതിലുള്ള ഏതെങ്കിലും ഒരു ബാക്ടീരിയ ആണ് കോസറ്റീവ് ഓർഗാനിസം. ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടായാൽ മതി സെപ്സിസ് ഡെവലപ്പ് ചെയ്യാം. ആ വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആണെങ്കിൽ സെപ്സിസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിന്റെ വിക്റ്റിമായിട്ടുള്ളത് യങ് ചിൽഡ്രൻ, ഓൾഡ് പീപ്പിൾ, പ്രഗ്നന്റ് ലേഡീസ്, പിന്നെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി ഉള്ള ഏതൊരു സാഹചര്യത്തിലും ഇത് ഡെവലപ്പ് ചെയ്യാം. അതും ധൈര്യം ഉണ്ടെങ്കിൽ ഹോമിയോപ്പതിക്കാർക്ക് ചികിത്സിക്കാവുന്ന ഒരു രോഗമാണ്, ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. പലരും അത് ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. Then appendicitis. അതിന്റെ സൈലന്റ് സിംറ്റം അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ലോ ഗ്രേഡ് ഫീവർ,
bloating of abdomen, anorexia, abdomen pain worse with the movement. ഇതായിരിക്കും തുടക്കം. അപ്പം കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിച്ച് വയറിന് നീര് വീണതായിരിക്കാം, അതല്ലെങ്കിൽ ഇൻഡൈജഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പനിയല്ലേ ഉള്ളത്, പനിയുടെ ലക്ഷണമായിരിക്കാം. അങ്ങനെ നമ്മൾ മിസ്ലീഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ്. ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം, ഇതൊരു ട്യൂബുലർ പൗച്ചാണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു ട്യൂബുലർ പൗച്ചാണ്. അത് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ കണ്ടന്റ് ഇതിനകത്തേക്ക് പോകും. കാരണം അത് പൗച്ച് ആയതുകൊണ്ട്. അപ്പൊ അതിനകത്ത് ആ ചെറിയ കാലിബ്രകത്ത് ഡയലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇൻഡസ്ട്രിയൽ കണ്ടന്റ്സ് അതിനകത്തേക്ക് വരും. അപ്പൊ ആ കൂടെ ബാക്ടീരിയസും, അതായത് ഇൻഡസ്ട്രിയൽ ഫ്ലോറ, ആ ബാക്ടീരിയം കയറിയാണ് അത് ഇൻഫെക്ഷൻ ആകും. അപ്പൊ ആദ്യം ഇൻഫ്ലമേഷൻ, സെക്കൻഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതൊരു അപ്പൻഡിക് മാസ് ആകാം, അത് ബേസ്റ്റ് ആകാം, പെരിട്ടോണൈറ്റിസ് ആകാം. അങ്ങനെയാണ് അത് ഡാമേജ് അല്ലെ സീരിയസ് ആകുന്ന സംഭവം. നമുക്കറിയാം അതിന്റെ DD ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. DD റീജണൽ അഡിനൈറ്റിസ് ആകാം, ഇൻഗുനൽ ഹെർണിയ ആകാം, ഫീമറൽ ഹെർണിയ ആകാം, ടിഫ്ലൈറ്റിസ് ആകാം. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ ഓവറൈറ്റിസ് ആകാം, സാൽഫിൻജൈറ്റിസ് ആകാം. ടിഫ്ലൈറ്റിസ് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു കേസ് ഞാനിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ടിഫ്ലൈറ്റിസിന്റെ കേസ്. ഒരു ലേഡി ആദ്യം ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ചെന്ന്, അപ്പൊ അത് അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ് അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും പെയിൻ വന്നു. അപ്പൊ ഒരു വലിയ ആശുപത്രി ചെന്നു. അവർ പറഞ്ഞ് എൻഡോമെട്രൈറ്റിസ് ആണ്, അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് എന്ത് ചെയ്യണം, എടുത്തു കളയാം. അതിനെന്താവും, ഒരു 30,000 ആവും. അവർ വന്ന് വീഡിയോ പണയപ്പെടുത്തി 30,000 രൂപയായിട്ട് പോയി. അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പെയിൻ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അതേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത്, ഇനി എന്താണെന്നറിയാം, നിങ്ങൾ മെഡിക്കൽ കോളേജ് പോകും. അപ്പൊ അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അയൽവാസികളൊക്കെ ആയിട്ട് ആലോചിച്ചു. ഞങ്ങൾ കൂലിപ്പണിക്കാരനാണ്, വീട് പണയം വെച്ചിട്ടാണ് 30,000 രൂപയായിട്ട് അവിടെ പോയി ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും മരുന്നിനും മന്ത്രത്തിനൊക്കെ കാശ് മുടക്കും. ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ഡോക്ടർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പൊ ഏതായാലും കുറച്ച് കൈക്കാശില്ല പോകാൻ പറ്റി. ഉടനെ അങ്ങോട്ട് ഓടി പോകണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, അതുവരെ ആരെങ്കിലും ആയുർവേദക്കാരോ ഹോമിയോക്കാരോ ഒന്ന് കാണിച്ചു നോക്കാം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരും. അപ്പം ഈ കഥ കേട്ട ഉടനെ ഞാൻ വേറൊരു റേഡിയോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹം അന്ന് എക്സ്റേ പ്ലാന്റ് ഒക്കെ ഉള്ളത്. അപ്പം ഒരു ബേരിയം എനിമയ്ക്ക് എഴുതി കൊടുത്തു. ബേരിയം എനിമ റിഫീൽ ചെയ്ത് ഇറ്റ് വാസ് ടിഫ്ലൈറ്റിസ്, അക്യൂട്ട് ടിഫ്ലൈറ്റിസ്, അതായിരുന്നു. അങ്ങനെ അവർക്ക് മരുന്ന് കൊടുത്തു. അത് മാറിക്കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, ഞാനും മറ്റേ ഡോക്ടറും ഞങ്ങൾ സാക്ഷി പറയാം, നിങ്ങൾ കേസ് കൊടുക്കാൻ പറയും. പക്ഷെ അവർ കേസ് കൊടുക്കാൻ പോയില്ല, ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞ് അത് പിന്മാറി. അങ്ങനെ ഒരു കേസ് ഞാൻ ഈ പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് ടിഫ്ലൈറ്റിസ്, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ഓഫ് സീക്കം. പിന്നെ പെയിൻ ഉണ്ടാകുന്ന ഒരു സാധനമാണ് വിസറോപ്റ്റോസിസ്. ഇന്റർണൽ ഓർഗൻസ് എല്ലാം വിസറ മുഴുവൻ താഴോട്ട് അടിയുന്ന ഒരു സംഭവം, ദാറ്റ് ഈസ് വിസറോപ്റ്റോസിസ്. സിമിലർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, തോന്നിക്കാവുന്ന സംഭവമാണ്. അപ്പം ഡയഗ്നോസിസ്, ആദ്യം കണ്ട സിംറ്റം വളരെ മൈൽഡ് സിംറ്റം ആകട്ടെ സിവിയർ സിംറ്റം ആകട്ടെ, ഒരു ലെഗ് ടെസ്റ്റ് ഉണ്ട്. പേഷ്യന്റിനെ മലത്തിൽ കിടത്തുക, വലത് കാല് ഫ്ലെക്സ് ചെയ്യുക. വലത് കാല് ഫ്ലെക്സ് ചെയ്തിട്ട് അത് ഇടത്തേക്കും തിരിച്ച് വലത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറയുക. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഈ മൂവ്മെന്റ് പെയിൻഫുൾ ആയിരിക്കും. അതിന്റെ കാരണം ഈ അപ്പൻഡിക്സ് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ അതിന് കുറച്ച് വെയിറ്റ് ഉണ്ടാകും, താഴോട്ടാണ് ഇങ്ങനെ.
അപ്പൊ ഈ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒബ്റ്റുറേറ്റർ മസിലാണ്. അതിന്റെ ഫ്ലെക്ഷൻ പെയിൻഫുൾ ആവും. അത് മാത്രമല്ല, ഇത് ടച്ച് ചെയ്യാനും സാധ്യത കൂടുതൽ. ഓക്കെ, ദാറ്റ് ഈസ് ലെഗ് ടെസ്റ്റ് ഫോർ appendicitis. Then treatment. അഡ്വാൻസ്ഡ് ആണെങ്കിൽ സർജറി തന്നെയാണ്. ആപ്സിസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടെൻഡ് ടു ബസ്റ്റ്. അതല്ല, ക്രോണിക് ആയിട്ടാണെങ്കിലും അക്യൂട്ട് ആണെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ചികിത്സിക്കാം. Then sleep apnea. അറിയാലോ, സ്ലീപ്പ് അപ്നിയ. നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 4% ആൾക്കാർ, 4% പോപ്പുലേഷൻ ഇത് ഈ രോഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ താരതമ്യേന കുറവാണ്, എങ്കിലും ഉണ്ട് സ്ലീപ്പ് അപ്നിയ. സംഗതി എന്നാ ചോദിച്ചാൽ, അവർ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേഷൻ പോസ് ഉണ്ടാവും, അല്ലെ ഇന്റർമിറ്റന്റ് ആവും. 10 to 20 seconds അനക്കയിലായിരിക്കും ശ്വാസോച്ഛ്വാസം തന്നെ. അത് തന്നെ 3-4 സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു 5 മുതൽ 14 വരെ ആണെങ്കിൽ വളരെ മൈൽഡാണ്, വലിയ കുഴപ്പമില്ല. 15 മുതൽ 29 വരെ ആണെങ്കിൽ ഇത്തിരി കുഴപ്പമാണ്. 30-ന് മുകളിലോട്ടാണ് ഈ എപ്പിസോഡുകൾ 1 മണിക്കൂർ ഉണ്ടാകുന്നതാണെങ്കിൽ അത് വളരെ സീരിയസ് ആണ്, ഡെത്തിന് കാരണമാകും. മറ്റു പല പ്രശ്നങ്ങൾക്കും അത് വഴിവെക്കും. ദാറ്റ് ഈസ് സ്ലീപ്പ് അപ്നിയ. അതിന്റെ ടൈപ്പ് ഒന്ന് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ദെൻ കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞു രണ്ടും കൂടി ഈ അവസ്ഥ ഉണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞു മൈൽഡ് ടൈപ്പ്, മോഡറേറ്റ് ടൈപ്പ്, സിവിയർ ടൈപ്പ്. അതായത് 30 കൂടുതൽ ഈ എപ്പിസോഡ് ഉണ്ടാകുകയാണെങ്കിൽ അത് സിവിയർ തന്നെയാണ്. ഈ 30 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ സാർ അതോ ആ ദിവസം തന്നെയാണോ? 1 മണിക്കൂറിനുള്ളിൽ. ആ 5 മുതൽ 14 വരെ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തതാണ്, മൈൽഡ് ടൈപ്പ്. 15 മുതൽ 29 വരെ മോഡറേറ്റ് ടൈപ്പ്, 30-ന് മേലെ സിവിയർ. ഓക്കെ, അതിന്റെ സൈൻ നമുക്ക് ഒബ്സർവ് ചെയ്യാം. നോയിസി സ്ലീപ്പ് ആയിരിക്കും, അല്ലെ സ്നോറിങ് സ്ലീപ്പ് ആയിരിക്കും. പേഷ്യന്റ് റെസ്റ്റ്ലെസ് ആയിരിക്കാം. പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ ഓൾവേസ് ടയർഡായിരിക്കും. അതിനെ ഡയഗ്നോസ് ചെയ്യാന്ന് പേഷ്യന്റിനെ നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡയഗ്നോസ്. പിന്നെ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് പോളിസോനോഗ്രാഫി എന്ന് പറയും. അതൊരു ഓവർനൈറ്റ് സ്റ്റഡിയാണ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതിന്റെ എണ്ണം മാത്രമല്ല, ഈ എപ്പിസോഡുകളുടെ എണ്ണം മാത്രമല്ല, ഹാർട്ട് റേറ്റ്, ഹാർട്ടിന്റെ ഫങ്ഷൻ, ഓക്സിജൻ ലെവൽ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. And the complications. Cardiovascular issues. Metabolic syndrome or syndrome X. Daytime drowsiness. Cognitive impairment.
depression and anxiety, diabetes, liver damage, complication in pregnancy. ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹീൻ സ്റ്റോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ സൈൻ ഉള്ള അതിനുള്ള ഏത് റെമഡിയും പരീക്ഷിക്കാവുന്നതാണ്. മോഡേൺ മെഡിസിനിൽ അവർ ചെയ്യുന്നത് ഒരു ചെറിയ അപ്പാരറ്റസ് ആണ്, CPAP. That is continuous positive airway pressure. പിന്നെ മറ്റൊന്നുള്ളതാണ്, ഇപ്പൊ ഈ അടുത്ത് 2 മരണം ഉണ്ടായി, ഗില്ലൻ ബാരി സിൻഡ്രോം. ആക്ച്വലി അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ മീഡിയം ഉള്ള നെർവ് ഡിസീസ്. അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് ഇതുവരെ റിവീൽഡ് ആയിട്ടില്ല. പക്ഷെ അത് ട്രിഗർ ചെയ്യുന്നത് ഏതെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, ഈവൻ ഒരു ഇൻഫ്ലുവൻസ മതി ട്രിഗർഡ് ആകും. ആദ്യം അതിന്റെ സിംറ്റം ടിക്ലിംഗ് ഇൻ ലോവർ ലിംബ്, പാദത്തിലോ കണങ്കാലിലോ ഒക്കെ ഒരു ടിക്ലിംഗ് സെൻസേഷൻ ആൻഡ് മൈൽഡ് നംബ്നെസ്, അതായിരിക്കും തുടക്കം. അത് പിന്നെ അഡ്വാൻസ് ചെയ്ത് മേലേക്ക് പോയി ഏതാണ്ട് കോണിയത്തിന്റെ പോലെ. കോണിയത്തിന്റെ പാരലൈസിസ് തുടങ്ങുന്ന ലോവർ ലിംബിൽ നിന്ന് മുകളിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് MNDക്കൊക്കെ അത് വളരെ ശ്രേഷ്ഠമായ ഒരു മെഡിസിനാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസിന് വളരെ ശ്രേഷ്ഠമായ ഒരു മരുന്നാണ് കോണിയം മാക്കുലേറ്റ്. ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചർച്ചയിലേക്ക് പോകാം. ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയാം. ബൈ ദ ബൈ, ഒരു ഈ ഗില്ലൻ-ബാരി ഒരു ഡിസീസ് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 12 വർഷം മുമ്പാണ്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ എടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അവിടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്തത്. പക്ഷെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ഇവർ വളരെ പേടിപ്പിച്ചു. കാരണം ഇതിന് വ്യക്തമായ ഒരു ചികിത്സയില്ല, പെർമനന്റ് ക്യൂർ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു, ഭയപ്പെടുത്തിയാണ്. അങ്ങനെയാണ് ഈ അവർക്ക് ഞാൻ വേറൊരു കേസ് ഇവിടെ പറഞ്ഞു. കാരണം അവരുടെ ഒരു ബന്ധു അവർക്ക് 5 മാസം പ്രഗ്നന്റ് ആയപ്പോൾ കുട്ടിക്ക് ഹൈഡ്രോനെഫ്രോസിസ്. ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് 14 വർഷം കാത്തിരുന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രഗ്നൻസിയാണ്. അത് 5-ാം മാസം ആയപ്പോഴാണ് ഹൈഡ്രോനെഫ്രോസിസ്. ഇത് എടുത്തു കളയണം, അല്ലെ കുഞ്ഞിനെ ബാധിക്കും. അത് കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ ഇൻട്രായൂട്രൈൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തള്ളേം ബാധിക്കും. എത്രയും നേരം വേഗത്തിൽ അത് എടുത്ത്. അപ്പൊ അങ്ങനെ വേറെ ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്തേക്ക് ഇതായത്. ഏതായാലും അത് പാസ്സായി. ആ കുട്ടി ഇപ്പം +1 പഠിക്കുന്നത്. ഞാനത് ഈ ഫ്ലോറിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ അവരുടെ ബന്ധുവാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഏതാണ്ട് ഞാൻ ഒരു 1.5 വർഷം സംശയിച്ച് അവനിപ്പം ഒക്കെയാണ്, പരിപൂർണ്ണ ആരോഗ്യവാനാണ്, 27 വയസ്സ്. അപ്പൊ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ. പറഞ്ഞല്ലോ, കോണിയം എന്തോ പൊട്ടൻസി ലോവറിലാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇന്ന് സാറ് പതിവ് പോലെ വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് കിട്ടിയ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്.
സാറിനോട് ചോദിക്കാം. സലീംകുമാർ ഡോക്ടർ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ? സലീംകുമാർ ഡോക്ടർ. സലീംകുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം. സാറേ, ഈ ഗില്ലൻ ബാരിയുടെ കാര്യത്തില് അതിനെ കുറിച്ച് വായിക്കുമ്പോൾ 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് അപകടം ഉണ്ടാക്കുമെന്നും മരണം വരെ സംഭവിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷണവും ഇല്ല. അസെൻഡിങ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അല്ലേ, കാലിൽ നിന്ന് തുടങ്ങി കയറി കയറി വരും. എനിക്ക് ഈ അസുഖത്തിനോട് എനിക്കൊരു പ്രത്യേകത വെച്ചാല്, ഇത് സാറ് ഇനിയെങ്കിലും അന്വേഷിക്കും. ഇത് വരുന്നവര് മിക്കവാറും പേര് ആന്റി റാബീസ് വാക്സിൻ എടുത്തവരായിരിക്കും. അത് സാധ്യത. പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, പറയണ ഞാൻ കണ്ടിരിക്കുന്ന 1-2 കേസിൽ ഞാനിത് അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു കേസിൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു. രണ്ടാമത്തെ കേസിൽ ഇയാൾ വെച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോ അവരൊക്കെ ആന്റി റാബീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവിക്കാം. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഏതായാലും ഓട്ടോ ഇമ്മ്യൂൺ മീഡിയം ഉള്ള ഒരു നെർവ് ഡിസീസാണ്. അതെ അതെ, തൊട്ട് ഉടനെയൊന്നും അല്ല, 6 മാസത്തിനും 1 വർഷത്തിനുള്ളിലൊക്കെ എടുത്തവർക്ക് ഇത് വരുന്നുണ്ട്. സംഭവിക്കാം. അതെ, കാരണം വാക്സിൻ ഉള്ളത് 0 എന്ന് പറഞ്ഞാൽ അതൊരു ആനിമൽ പ്രോഡക്റ്റ് ആണ്. ആനിമൽ പ്രോട്ടീൻ എന്നല്ലോ ഇതിന്റെ മീഡിയം. സംഭവിക്കാം. ഓക്കെ സാർ, താങ്ക് യു. വെൽക്കം. ഇനി ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യണേ. സാറ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സെപ്സിസിന് നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം സാറ്? സെപ്സിസിന് വൈറോജൻ ആദ്യമൊക്കെ ആഴ്സ് ബെല്ല് ഒക്കെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ആഴ്സനിക്കം, ആന്ത്രാക്സ് ഒക്കെ സെക്കൻഡ് സ്റ്റേജിൽ വേണം. പൈറോജനം, ആന്ത്രാക്സ് എല്ലാം സെക്കൻഡ് സ്റ്റേജിലേക്ക് വേണം. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്കത് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആഴ്സാബ് അല്ലെങ്കിൽ ബെലഡോണയിൽ നിൽക്കും. ബെലഡോണ ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ ഒരു സ്റ്റേറ്റ് ലെവൽ ലീഡറാണ് ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ. അദ്ദേഹം ജാവ ഓടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ സ്കിഡ് ചെയ്ത് വീണു. ഇതിന്റെ എക്സോസ്റ്റ് കാലയിലാണ് വീണത്. അവിടെ പൊള്ളി. വേറെ മറ്റേ ഫ്രാക്ചർ ഒന്നുമില്ല. എങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടെ കിടന്നു. പക്ഷെ ഈ വ്രണം ഉണങ്ങിയില്ല. 6 മാസം കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോഴേക്കും ഉറങ്ങുന്ന കെട്ടിക്കൊണ്ട് നടക്കും. ഇയാളെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇയാൾ ഫാർമസിസ്റ്റാണ് കണ്ണൂർ. ശ്യാമള എന്ന് പറഞ്ഞ് കണ്ണൂരുള്ള ഒരു ഫാർമസി. ഞാൻ ഫാർമസി കയറി 2 ഡോസ് ബെല്ലോണം വണ്ണം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇപ്പൊ ഒന്ന് കഴിക്കുക, രാവിലെ ഒന്ന് കഴിച്ചോളാം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഉണങ്ങി. എന്റെ കാരണം ഈ ആളെ സംബന്ധിച്ചാണ് പുള്ളി വളരെ കണ്ണിങ് ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ഒരു കോംപ്രമൈസിനും വഴങ്ങാത്ത ആൾ. അതാണ് ബെലഡോണ. ബെലഡോണയുടെ സ്കിന്നും ഒന്ന് വായിച്ചു, മൈൻഡും വായിച്ചു. ആർക്കെങ്കിലും സാറിനോട് ചോദ്യം ചോദിക്കാനുണ്ടോ? ലതാ മനോഹരൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തോളൂ. നമസ്കാരം. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം ജയേഷ് ഡോക്ടറെ. നമസ്കാരം. എൻ്റെ ക്വസ്റ്റ്യന് 40 വയസ്സുള്ള ഒരു മെയിൽ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. ഉറങ്ങുമ്പോൾ ഭയങ്കര കൂർക്കം വലിയാണ്.
ഊർക്കം ആ, വലിച്ചിട്ട് ഇടയ്ക്ക് ഒരു സെക്കൻഡ് നേരം അങ്ങ് അനക്കമില്ല, പിന്നെ ആ, ഒച്ചയില്ല. പിന്നെ ആ. കുറച്ച് ഈ ഒരു സെക്കൻഡ് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെയും ഭയങ്കര ഊർക്കം വലിയാണ്. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യം എന്തെങ്കിലും ഫാരിഞ്ചൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഒരു ആ ആ എക്സ്റേ ഫാരിങ്സ് അങ്ങനെ എഴുതി കൊടുക്കണം. ആ ആ എക്സ്റേ ഫാരിങ്സ് ആ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിട്ടും. അപ്പം ഏതെങ്കിലും ഒബ്സ്ട്രക്ഷനോ അവിടെ സ്ട്രിക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർജിക്കൽ കറക്ഷനാണ്. ആ. ശരി. ശരി. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ ഇല്ലെന്ന് കൊടുക്കാം. വെച്ചോ. മെഡിസിൻ കൊടുക്കാം. അത് ഏത് മെഡിസിൻ ഒക്കെയാണ് അതിനകത്ത് വരുന്നത് ഡോക്ടർ? ഒത്തിരി വരുന്നുണ്ടല്ലോ. അമോണിയ കാർബ് വരുന്നുണ്ട്, അമോണിയ മോർ വരുന്നുണ്ട്. ശരി ശരി ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. വെൽക്കം വെൽക്കം. ഡോക്ടർ, ഈ ഏതായാലും ആളില്ലാത്തതുകൊണ്ട് പറയാം, ഈ വാക്സിനേഷന്റെ വിഷയത്തില് ഈ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഇന്നിപ്പോ ആളുകൾക്ക് ഇഞ്ചക്ഷൻ എടുക്കണതല്ലേ ചിക്കൻ ബോക്സ് വരുമ്പോ? അത് പിന്നെ അത് ഇതുപോലത്തെ ഇമ്മ്യൂണോഗ്ലോബിനല്ലേ, ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബിനല്ലേ എടുക്കുന്നത്. അത് ഇതുപോലത്തെ വിഷയം ഉണ്ടാക്കുന്നുണ്ട് ചിലർ. ഉണ്ടാകും. ഒരു കുട്ടി എപ്പോഴും വീണു പോകുന്ന ഒരു കുട്ടി. അപ്പൊ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല. അവരവസാനം ശ്രീധരിലേക്ക് റെഫർ ചെയ്ത്. അവരവിടെ ചെന്നപ്പോ തന്നെ ഇവർ അഡ്മിറ്റ് ആകാനൊക്കെ ആയിട്ട് പോയത്. അവിടെ ചെന്നപ്പോ തന്നെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ചിക്കൻ ബോക്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നാ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ പോക്കോന്ന് പറഞ്ഞു വിട്ടു. അത് കുറച്ചു കഴിയുമ്പോൾ തന്നെ മാറിക്കോളും. അതല്ലെങ്കിൽ അത് ചികിത്സയൊന്നുമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രീതിയിൽ മരുന്ന് കൊടുക്കാൻ പാടില്ല. സംഭവം ബാധിച്ചിരിക്കുന്നത് മറ്റേ ഈ ലിംബിക് സിസ്റ്റത്തെയാണ്. ലിംബിക് സിസ്റ്റത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഇറക്റ്റ് പോർഷനിൽ നിൽക്കുന്നതും നടക്കുന്നതും ആ ഒരു സെപ്പറേറ്റ് ബണ്ടിൽ ഓഫ് നെർവ്സ്. അത് അതായത് ഒരു നെർവ്, ഒപ്റ്റിക് നെർവ് എന്ന ഒരു ഫിലമെന്റ്, ഓഡിറ്ററി നെർവ് എന്നൊരു ഫിലമെന്റ്, ഫേഷ്യൽ നെർവ് എന്നൊരു ഫിലമെന്റ്. അപ്പൊ അതങ്ങനെ ഒരു ബണ്ടിലായിട്ട് വന്ന് രണ്ടു വശത്തും വന്ന് അത് ഒന്നായിട്ട് മർജ് ചെയ്തിട്ട് സ്പൈനൽ കോഡിലേക്ക് വരിക. സൊമാറ്റോ സെൻസറി ബണ്ടിൽ എന്ന് പറയും. എനിക്ക് എന്റെ കേസല്ല, എന്നെ വേറെ ഡോക്ടർ പറഞ്ഞു തന്നാണ്. അവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നിട്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ചെയ്യണേ. സാർ, ഒരു കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറഞ്ഞില്ലേ? കമ്പാർട്ട്മെന്റ്, അത് ശരിക്കും ഒരു വലിയ ഏരിയയിലങ്ങ് ഉണ്ടാവുമോ? അതങ്ങനെ വലിയ ഏരിയയിലാണ് പറഞ്ഞല്ലോ. ഒന്നല്ലെങ്കിൽ ഒരു ലിംബ്, ഏതെങ്കിലും ലിംബിലായിരിക്കും. അത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്കിന്നിന് താഴെയുള്ള ഫേഷ്യ വളരെ ടൈറ്റ് ആയിട്ട് ഇതിനെ കംപ്രസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് അത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സാധാരണ അത് ഇത്രയും ഭാഗം മുറിച്ചു കളയുകയാണ് സർജിക്കൽ കറക്ഷൻ. കാരണം അവിടെ ആർട്ടറി, വെയിന്, ലിംഫസൽസ്, നെർവ് എല്ലാത്തിനും ക്ഷതമേൽക്കും, ലാസറേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ സിംറ്റം എന്തുവായിരിക്കും? വേദനയായിരിക്കും അത്? പെയിനുണ്ട്, ഭയങ്കര പെയിൻ അല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിൻ. അത് അബ്ഡോമിനൽ വരികയാണെങ്കിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. കാരണം ഒത്തിരി മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിക്കും. അത് ഡെത്താണ് അതിന്റെ അൾട്ടിമേറ്റ്. കാരണമില്ല, സേവ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അബ്ഡോമിനൽ വാളിലല്ലേ അത് വരുന്നത്? അല്ലെന്ന്, അബ്ഡോമിനൽ അസേ വോൾ ഇത് ബാധിക്കില്ല. മോളിൽ ഡയഫ്രം, താഴെ പെൽവിക് ഫ്ലോർ. താഴെ എന്ന് പറഞ്ഞാൽ പെൽവിക് ഫ്ലോർ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ഫ്ലോർ ഉണ്ട്. മോളിൽ ഡയഫ്രം, പിന്നെ വളരെ ശക്തമായിട്ടുള്ള ഫേഷ്യ, ഇൻട്രോഷസ് മസിൽസ്.
ഇതെല്ലാം കൂടെ കൂടി ഒരു കമ്പാർട്ട്മെന്റോ. അങ്ങനെ സർജറി ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും ചെയ്യുന്നത്? സർജറി ഒന്നും നടക്കില്ല, കാരണം മൾട്ടിപ്പിൾ ഓർഗൻസ് ഡാമേജ് ഉണ്ടാകുക. വളരെ റെയറായിട്ട് മർദ്ദനം ബാധിക്കുന്നതോട് ബാധിച്ചിട്ടുള്ളവരെല്ലാം മരിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉള്ളൂ. നമുക്ക് മരുന്നുണ്ടോ സാറേ അതിന്? നമുക്കതിന് മരുന്നുണ്ടോ? നമുക്കതിന് മരുന്നുണ്ടോ? അഡ്വാൻസ് ആകാതെ നമുക്കത് കിട്ടുകയും നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മരുന്നുണ്ട്. അല്ലാതെ എങ്ങനെ മരുന്ന്? ഐസ് പാക്ക് വെച്ച് അവിടെ വരെ എത്തിക്കാന്നാ സാർ പറഞ്ഞല്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആൻഡ്രൈസ് ചെയ്യണേ, സമയമില്ല. സ്ലീപ്പ് അപ്നിയക്ക് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ സാറേ? സ്ലീപ്പ് അപ്നിയക്ക് സാർ കൊടുത്തിട്ടുണ്ടോ? സ്ലീപ്പ് അപ്നിയക്ക് എന്താണ് അതിന് വേണം? ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞല്ലോ മരുന്ന് കൊടുക്കണം. മരുന്ന് പർട്ടിക്കുലർ പേഴ്സൺ എന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടിപ്സിനോട് നമുക്ക് വിയോജിപ്പാണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഴ്സണെ ട്രീറ്റ് ചെയ്യണം, പേഷ്യനെ ട്രീറ്റ് ചെയ്യണം, എന്നാലേ രക്ഷയാവും. അത് സാർ ഒരു ഗ്രാഫിന്റെ കാര്യം പറഞ്ഞില്ലേ? സോംനോഗ്രാഫ്, പോളിസോംനോഗ്രാഫി. അത് നമുക്ക് അത് ലങ്, ഹാർട്ട് ഇതെല്ലാം പഠന വിധേയമാണ്. പിന്നെ ഓക്സിജൻ ലെവൽ ഇൻ ദ ബ്ലഡ്, ഇത്രയും കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓവർനൈറ്റ് സ്റ്റഡിയാണ്. ഓവർനൈറ്റ്. അപ്പൊ അത് ലാബുകളിലാണോ ഉള്ളത്? അതോ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ, പൾമോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന സംഭവം. നന്ദി സാറേ, വളരെ വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലഭിച്ചത്. സാറിന് നന്ദി പറയുന്നതിന് സലീംകുമാർ ഡോക്ടറെ ക്ഷണിക്കാണ്. സലീംകുമാർ ഡോക്ടറെ ഉണ്ടോ? മ്യൂട്ടായി പോയല്ലേ? സലീംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ജെയിംസ് ഡോക്ടർക്ക് നന്ദി പറയുക എന്നുള്ളത് എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. ഏതായാലും അതൊരു ഭാഗ്യമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സാറെടുത്ത ഈ സബ്ജക്റ്റ് സാർ പലപ്പോഴും എടുക്കുന്ന പോലെ വളരെ തികച്ചും വ്യത്യസ്തമാണ്. വേറെ ആരും തന്നെ എടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ സബ്ജക്റ്റ്. അത് തന്നെയാണ് സാറിൻ്റെ ഒരു പ്രത്യേകതയും. കാര്യം ഇത് പലതും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഉള്ള കാര്യം പറയാമല്ലോ സാർ. ഇപ്പൊ കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അതൊരു അനുഭവമാണ്. ഇനിയിപ്പോൾ നാളെ എവിടെയെങ്കിലും കേട്ടാലെങ്കിലും അതിന് ഒരു കേട്ടിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞു പിടിച്ച് IFPHന്റെ വേദിയിൽ കൊണ്ടുവരുന്ന സാറിന്, അത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത സാറിന് മാത്രമേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. സാറിന് IFPHന്റെ പേരിൽ ഞാൻ ഇതിൽ നിന്ന് പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുമായിട്ട് സാറ് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. നന്ദി സലീംകുമാർ ഡോക്ടർ. അങ്ങനെ വീണ്ടും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സാറ് നമുക്ക് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അതിലും വളരെ പ്രാധാന്യമുള്ള ഒരുപാട് രോഗങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് തന്നു. ഇനിയും സലീംകുമാർ ഡോക്ടർ പറഞ്ഞതുപോലെ പുതിയ വിഷയമായിട്ട് എത്രയും വേഗം വരണമെന്ന് ഡോക്ടറോട് ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിന് ജെയിംസ് പോൾ സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ 1644 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി സാറേ.